ഹലോ ലവ്ലീസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. സോ ഇന്ന് ഒരു റാമ്പ് ഡേ ആണ്. ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം കേട്ടോ റാമ്പ് ചെയ്യുന്നത്. കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് കഴിഞ്ഞിട്ട് മോഡലിംഗ് ചെയ്യും ആണെങ്കിൽ പോലും റാമ്പ് ഒത്തിരി നാളായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞാൻ ഐ തോട്ട് വൈ നോട്ട്, നമുക്ക് ചെയ്ത് നോക്കാം. കുറേ നാൾക്ക് ബ്രേക്ക് എടുത്തിട്ടാണെങ്കിൽ പോലും അത് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇന്ന് ഇവിടെ ഒരു പേജൻറ്റ് ഇവൻ്റ് ആട്ടോ നടക്കുന്നത്. പാജൻറ്റ് ഇവൻറ്റിൽ നമ്മൾ ഇടയിൽ നമ്മൾ ഡിസൈനർ എക്സിബിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഡിസൈനിങ് മീനാക്ഷിയാണ്. അപ്പോൾ മീനാക്ഷിയുടെ ക്ലോത്ത്സൊക്കെ നമ്മൾ എക്സിബിറ്റ് ചെയ്യുകയാണ്. പാജൻറ്റിൻ്റെ ഇടയിൽ ഇത് നമ്മൾ വാക്ക് ചെയ്യുന്നുണ്ട്. സോ ഐ ഷോ യു ദ ഗ്ലിംസസ് ഓഫ് ദ ഹോൾ ഇവൻറ്റ്. സോ എൻജോയ്. സോ ഇന്നൊരു സൺഡേ കൂടെ ആട്ടോ. അപ്പോൾ ഞാൻ യൂഷ്വലി സൺഡേയിൽ വർക്ക് എടുക്കാറില്ല, പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഫീൽഡ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് സൺഡേസൊക്കെ ചിലപ്പോൾ വർക്ക് വന്നാൽ യു ഷുഡ് ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി നോ മാറ്റർ വാട്ട്. നമുക്ക് എപ്പോഴും ഈ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടണം എന്നില്ല. അപ്പോൾ കിട്ടുമ്പോഴൊക്കെ നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇന്നിപ്പോൾ ഡോണും കൊച്ചും ഉണ്ട്. കുട്ടി ഡോണിൻ്റെ കൂടി ഇരുന്നോളും. അപ്പോൾ എല്ലാം കൊണ്ടും ഇറ്റ് വാസ് ഫൈൻ. പക്ഷേ എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്, സൺഡേ ആയിട്ട് ഡോൺ ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിലിരിക്കാനുള്ള ഒരു ഇതില്ലല്ലോ എന്നുള്ളത്. പക്ഷെ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഹൈലി പ്രൊഫഷണൽ ആകുമ്പോൾ നമ്മളിതെല്ലാം സാക്രിഫൈസ് ചെയ്യണം. അങ്ങനെ ഞങ്ങളുടെ എന്താ പറയുക, പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞു. ഞാൻ മേക്കപ്പിന് ഇരുന്നു. അപ്പോൾ ഞാൻ ഒരു ക്രിസ്ത്യൻ ബ്രൈഡാട്ടോ. അതായത് അപ്പോൾ എന്നെ ഇങ്ങനെ പൊട്ടിയിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ഞാൻ ഹെയർ കുറേ വെട്ടിക്കളഞ്ഞു. അപ്പോൾ മേക്കപ്പിലെ ചേച്ചി എന്നെ ചീത്ത വിളിക്കുക കേട്ടോ, നീ എന്തിനാ ഹെയർ വെട്ടിക്കളഞ്ഞെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ മേക്കപ്പും ഹെയറും എല്ലാം ഒരുമാതിരി എല്ലാം നമ്മൾ കഴിഞ്ഞു. ഓക്കെ ഗായ്സ്, സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ വാക്കിന് കയറുന്നതിന് മുമ്പ് എൻ്റെ ഒരു ഫിറ്റ് ചെക്ക് ചെയ്യാനായിട്ട് ഫുൾ മിറർ കാണാനായിട്ട് വന്നേക്കാട്ടോ. ആഫ്റ്റർ ദാറ്റ് നമ്മളിതേ വാക്കിന് കയറുന്നതിന് മുമ്പ് നമ്മുടെ ഫോട്ടോഷൂട്ടുണ്ട്. സോ അതിന് വേണ്ടി ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഡിസൈൻ ഈ ഒരു കോസ്റ്റ്യൂമും മെറ്റീരിയലും ഡിസൈനും ഒക്കെ ചെയ്തേക്കുന്ന മീനാക്ഷി ബുട്ടീക്കാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതാണ് മീനാക്ഷി ബുട്ടീക്കിൻ്റെ ഓണർ മീനു. ആൻഡ് ഷീ സച്ച് എ എൻ്റർപ്രൈസിങ് ലേഡി. ഭയങ്കര വിഷനുള്ളൊരു ആളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഞാൻ വെരി സ്ക്രാച്ചിൽ ഞാൻ കണ്ടിട്ടുണ്ട് മീനാക്ഷി. ഇപ്പോൾ ഇതുവരെയായി ഒത്തിരി അവാർഡ്സൊക്കെ മീനുവിന് കിട്ടിയിട്ടുണ്ട്. ഗുഡ് ലക്ക് വിത്ത് ഓൾ ഓഫ് ദാറ്റ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഷോ സ്റ്റോപ്പർ വന്നു. യെസ് ഗൈസ്, ഇതാണ് നമ്മുടെ ഷോ സ്റ്റോപ്പർ. സോ യെസ്, കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, ദിസ് ഇസ് ഋതു മന്ത്ര. ഷീ ഈസ് എ മോഡൽ, ആക്ടർ, BB കോൺടെസ്റ്റൻ്റ് ഒക്കെ ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയാണ് നമ്മുടെ ഇന്ന് ഷോ സ്റ്റോപ്പറായിട്ട് വന്നിരിക്കുന്നത്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ അവരുടെ ഷോ സ്റ്റോപ്പറിൻ്റെ കൂടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം നമ്മൾ പതുക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് വൺ ഫൈനൽ വീഡിയോ. അങ്ങനെ ഞാനിങ്ങനെ ഇതൊക്കെ വീഡിയോയും ഫോട്ടോഷൂട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ആരോ പുറകുന്ന മമ്മ എന്ന് പറഞ്ഞ് വിളിച്ചു. സോ അതാണ് ഈ കുട്ടി. യെസ് ഗൈസ്, അപ്പോൾ തേനും ഡോണും കൂടെ എൻ്റെ വാക്ക് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ശരിക്കും റാമ്പ് തുടങ്ങി. അപ്പോൾ നമുക്കിനി അതിൻ്റെ കുറച്ച്
ചെയ്ത് നിന്ന് നമ്മുടെ ഋതു മന്ത്രയുടെ വാക്ക് നടക്കുകയാണ്. സോ പ്രാക്ടീസിനൊന്നും ഇല്ലായിരുന്നല്ലോ ഋതു. അപ്പോൾ ഞാൻ ഫൈനലി സ്റ്റേജിൽ കാണുകയുണ്ട്. ആൻഡ് ഐ ഷുഡ് സേ ദാറ്റ് ഇറ്റ് വാസ് ലൈക്ക് സോ പോയിസ്ഡ്, എഫേർട്ട്ലെസ് ആൻഡ് സംതിങ് മാജിക്കൽ. മൈ അറ്റൻഷൻ വാസ് ജസ്റ്റ് ഫോളോയിങ് ഹർ. ഋതുയുടെ എല്ലാ സ്റ്റെപ്പും എവറിത്തിങ് ഇസ് ലൈക്ക് സോ പവർഫുൾ ആൻഡ് സ്റ്റിൽനെസ് ആൻഡ് ബിറ്റ്വീൻ ദ സ്റ്റെപ്സ്. അത്ര അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ ഋതുവിനെ തന്നെ ഇങ്ങനെ നോക്കി ഒരു മാജിക് കാണുന്ന പോലെ നിൽക്കുകയാണ്. ആൻഡ് ഷീ ഈസ് എ വെരി എലഗൻറ്റ് ലുക്കിംഗ് ലേഡി. ആൻഡ് അടിപൊളിയായിരുന്നു. ഷീ ജസ്റ്റ് ഓൺഡ് ദ ഹോൾ സ്റ്റേജ്. ആഫ്റ്റർ ദാറ്റ് അതെല്ലാം കഴിഞ്ഞ് എൻ്റെ സെക്കൻഡ് വാക്കാണിത്. ഇത് ആക്ച്വലി ഞാൻ കമ്മിറ്റ് ചെയ്ത വർക്കല്ല. പക്ഷെ അവിടെ എത്തിയപ്പോൾ അവർ മോഡലിന് എന്തോ ഡിഫിക്കൽട്ടി കാരണം വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ദേ ചോസ് മീ, ലൈക്ക് അവർക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചു. ആൻഡ് ഐ വാസ് ഓക്കെ വിത്ത് ഇറ്റ് ബിക്കോസ് എന്തായാലും ഞാനിത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തന്നെയുള്ള ഒരെണ്ണമാണ്. അപ്പോൾ 2-3 ഡിസൈൻ എക്സിബിറ്റ്സേ ഉള്ളൂ. അപ്പോൾ അതിൽ 2 എനിക്ക് വാക്ക് ചെയ്യാൻ പറ്റി. ഐ എം സോ ഹാപ്പി. എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റിയൊക്കെ ഞാൻ ഗ്രാബ് ചെയ്തു. പിന്നെ വർക്കും കൂടുതൽ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രേറ്റ്ഫുൾ. സോ ഇത് നിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പിള്ളേർ ഡിസൈൻ ചെയ്യുന്ന ഡ്രസ്സാണ്. സോ ഓഫ് കോഴ്സ് എൻ്റെ ഡ്രസ്സ് ഡിസൈൻ ചെയ്തത് അവിടുത്തെ ടീച്ചറാണ്, ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടീച്ചറാണ്. ആൻഡ് ദിസ് ഇസ് ഹർ, സ്നേഹ. സോ സ്നേഹ ഡിസൈൻഡ് മൈ കോസ്റ്റ്യൂം. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ അങ്ങനെ ഒരു നല്ല ഡേ നമ്മൾ എൻഡ് ചെയ്തു. കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇനിയും ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ദൈവം തരട്ടെ. വീണ്ടും കാണാം. ബൈ.